ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 5.4 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് മസ്റ്റ് ബി സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് സോ ആസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ പെർഫെക്റ്റ് സ്ക്വയർ സോ ഒബ്റ്റെയിൻഡ്. താഴെ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. അപ്പോൾ അതിൽ നിന്നും ഏറ്റവും ചെറിയ നമ്പർ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. അതിനുശേഷം ആ കിട്ടിയ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 402 ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനാദ്യം എന്ത് ചെയ്യണം? ഒരു പെയറാക്കി മാറ്റണം. 0 2 ഒരു ഗ്രൂപ്പായി. ഇനി നെക്സ്റ്റ് 4. ഇനി ഈ 4 എന്നുള്ളതൊരു സ്ക്വയർ നമ്പർ ആണോ ചെക്ക് ചെയ്യാം. സ്ക്വയർ നമ്പർ ആണ് അല്ലേ? എന്തിൻ്റെ സ്ക്വയർ ആണ്? 2 × 2. 2 സ്ക്വയറിൻ്റെ ആൻസർ ആണ് 4. അപ്പോൾ ദെൻ ഇവിടെയും 2 എഴുതുക, ഇവിടെയും 2 എഴുതുക. അപ്പോൾ 2 2s are 4. ദെൻ 4 ന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടി. ഇനി എന്ത് എഴുതണം? ഈ 0 2 എന്നുള്ള ആ പേര് താഴേക്ക് ഇറക്കി എഴുതുക. ഇനി നമുക്ക് ഈ 2 ഉം 2 ഉം ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. ഇനി നമുക്കിവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഇടണം അല്ലേ? കാരണം ഇനി ഈ 4ൻ്റെ ഇവിടെ ഏത് ഡിജിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 2 ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ 2 കിട്ടണം എന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണോ? 2 അല്ല. അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്ത പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണെന്ന് നോക്കാം. 2 കിട്ടാനായിട്ട് 2 കിട്ടില്ല. അപ്പോൾ അതിൽ തൊട്ടടുത്ത പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ് 1 സ്ക്വയർ. 1 സ്ക്വയർ കിട്ടുമ്പോൾ 1. 2 സ്ക്വയർ ആകുമ്പോൾ 4 ആയിപ്പോൾ 4 എന്നുള്ളത് 2-നേക്കാളും ബിഗ്ഗസ്റ്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ ഇത് പറ്റില്ല. നമുക്ക് 1 ഇട്ട് കൊടുത്ത് നോക്കാം. 1 ഇട്ട് ചെയ്യുമ്പോൾ 4 ഇവിടെ 1 അല്ലേ? അപ്പോൾ താഴെയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് 1 ആയിരിക്കണം. അപ്പോൾ 41 ആണ്. ഈ 41 ഈ 2-നേക്കാളും വലുതല്ലേ? അപ്പോൾ നമുക്ക് 1 ചെയ്യാൻ പറ്റില്ല. അതിന് തൊട്ട് മുമ്പുള്ള വേറെ നമ്പർ ഏതാണെന്ന് നോക്കാം. തൊട്ട് മുമ്പിലുള്ള 1-നേക്കാളും ചെറിയ നമ്പർ ഏതാ? 0. അപ്പോൾ 0 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 40 × 0. അപ്പോൾ ടോട്ടൽ 0 ആയി മാറും. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ 2-നേക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഇവിടെ 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 0 റിമൈൻഡർ 2. അപ്പോൾ റിമൈൻഡർ എന്ത് കിട്ടി? 2 കിട്ടി. കാരണം റിമൈൻഡർ കിട്ടാൻ കാരണം എന്തോ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നെങ്കിൽ റിമൈൻഡർ 0 കിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ കിട്ടിയത് കൊണ്ട് നമുക്ക് മനസ്സിലായി 402 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. അപ്പോൾ ഇനി ഇത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആകാൻ എന്തുകൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യണം? ഈ ഏറ്റവും ചെറിയ നമ്പറായ നമുക്ക് കിട്ടിയ റിമൈൻഡറായ 2 കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ ഈ 402 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറായി മാറും. അപ്പോൾ നമുക്ക് അത് വലിയ വഴി എഴുതാം. ടു മേക്ക് എ പെർഫെക്റ്റ് square subtract 402 by 2. But to make a perfect square subtract 402 by 2. 402-ൽ നിന്നും നമുക്ക് 2 മൈനസ് ചെയ്താൽ എത്ര കിട്ടി? 400. അപ്പോൾ 400 എന്ത് നമ്പറാണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ കിട്ടിയില്ലേ? അതായത് ഏറ്റവും ചെറിയ നമ്പറായ 2 കൊണ്ട് നമ്മൾ ഇതിന് 402-നെ മൈനസ് ചെയ്തപ്പോഴാണ് നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടിയത്. പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിൻ്റെ ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഈ 400-ൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. അപ്പോൾ 400-ൻ്റെ സ്ക്വയർ റൂട്ട് കാണാം നമുക്ക്. 400 നേരത്തെ ഇതുകൊണ്ട് തന്നെ പെയറാക്കാം. 0 0 ഒരു പേര്, 4 ഒരെണ്ണം. ഇനി 4 ആകാനായിട്ട് എന്തിൻ്റെ സ്ക്വയറാണ്? 2 2s are 4. 4 ന്ന് 4 മൈനസ് ചെയ്താൽ 0. ഇനി ഈ പേരായിട്ടുള്ള 0 താഴേക്ക് ഇറക്കി എഴുതുക. അതുപോലെ ഈ 2 ഉം 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 4. ഇനി ഈ 0 കിട്ടാനായിട്ട് ഇവിടെ 0 കിട്ടാനായിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 0 ഉണ്ട്. 0 0s are 0. 0 ൻ്റെ 4 ഉം 0. അപ്പോൾ റിമൈൻഡർ 0. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ന്യൂ നമ്പർ. സ്ക്വയർ റൂട്ട് ഓഫ് ന്യൂ നമ്പർ ഏതാ? 400. ആ 400-ൻ്റെ ആൻസർ എത്ര കിട്ടി? 20. നമ്മൾ 2 ക്വസ്റ്റ്യൻ്റെ ആൻസറും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കി അറിയാം. നമുക്കിവിടെ കിട്ടിയ ആൻസർ ഇവിടെ 20 ആണ് കിട്ടിയത്. കണ്ടോ? ഇപ്പോൾ ഇവിടെ 20 ആണ് കിട്ടിയത്. കാരണം എന്താ? ഇവിടെ 402 എന്നുള്ള നമ്പർ നമ്മൾ 20 വെച്ച് ചെയ്തപ്പോൾ റിമൈൻഡർ കിട്ടി. അതുകൊണ്ടാണ് പെർഫെക്റ്റ് സ്ക്വയർ എല്ലാം നമുക്ക് മനസ്സിലായതും. അതുകൊണ്ട് ആ 2 മൈനസ് ചെയ്തപ്പോൾ കിട്ടിയാണ് 400. അപ്പോൾ ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ സെയിം ആയിരിക്കും. ഇവിടെ 2 വന്നു, ഇവിടെ 40 വന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ 2 വന്നു, ഇവിടെ 40 വന്നു. അപ്പോൾ സ്റ്റെപ്പുകളൊക്കെ സെയിം ആയിരിക്കും. ഇവിടെ വ്യത്യാസം ഇവിടെ 0 2 ആയിരുന്നു. അത് മൈനസ് ചെയ്തപ്പോൾ 0 0 വന്നു. അപ്പോൾ ഇവിടെ തന്നെ ആൻസർ തന്നെ ആയിരിക്കും ഇവിടെയും വരുന്നത്. എന്നാലും ഇനി നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? നമുക്ക് സെക്കൻഡ് നമ്പർ ചെയ്യാം. സെക്കൻഡ് നമ്പർ 1989.
89 ഒരു പെയർ, 19 നെക്സ്റ്റ് പെയർ. അപ്പോൾ ഫസ്റ്റ് നമ്പർ 19 ആണ്. 19 വരാനായിട്ട് നമുക്ക് എന്തുണ്ടെങ്കിലും സ്ക്വയറിൽ വരുന്ന നമ്പർ ആണോ 19? അല്ല, സ്ക്വയർ നമ്പർ അല്ല. അപ്പോൾ അതിന് തൊട്ടടുത്ത് വരുന്ന ഏതാണെന്ന് നോക്കാം. അപ്പോൾ 4 സ്ക്വയർ 16 ആണ്. 5 സ്ക്വയർ വരുമ്പോൾ 25 ആയി മാറും. അപ്പോൾ നമുക്ക് 25 എടുക്കാൻ പറ്റില്ല അല്ലേ, 9നേക്കാളും വലുതായി പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 4 എടുക്കാം. 4 സ്ക്വയർ എന്താ 16. ഇനി 19 നിന്നും 16 മൈനസ് ചെയ്യാം. 9 മൈനസ് 6 3. പിന്നെ 89 നമുക്ക് താഴേക്ക് ഇറക്കി എഴുതാം. 389. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? 4 + 4 8. ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് അല്ലേ. ഇനി 389 കിട്ടണം. അതിന് ഇവിടെ എന്താ നമ്പർ 8 ആണ്. 8ൻ്റെ ഇവിടെ ഏത് ഡിജിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 389 കിട്ടണമെന്ന് നോക്കാം. പക്ഷേ ഇത് നമുക്കറിയാം, നമ്മൾ മുമ്പ് ചെയ്ത പോലെയല്ല. ഇതിൽ 9 എന്നുള്ളത് മുമ്പത്തെ എക്സസൈസിൽ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെയല്ല. ഇതിൽ 9 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ, 389 എന്നുള്ളത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഏതിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമെന്ന്. കാരണം മുമ്പ് നമ്മൾ 9 വരുമ്പോൾ ഒന്നില്ലെങ്കിൽ 7 സ്ക്വയർ അല്ലെങ്കിൽ 3 സ്ക്വയർ വരുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 9 ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ലാത്തത് കൊണ്ട് നമുക്കങ്ങനെ ഡയറക്റ്റ് പറയാൻ പറ്റില്ല 7 ആണോ 3 ആണോ. അപ്പോൾ പിന്നെ നമുക്ക് അതിന് ഈ 3ൻ്റെ 7ൽ ഇടയിൽ വരുന്ന നമ്പേഴ്സ് ഒക്കെ ഇട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് 84 ഇട്ട് നോക്കാം. 8ൻ്റെ ഇവിടെ 4 × 4 16, ബാലൻസ് 1. 8 4s are 32 + 1 33. അപ്പോൾ കിട്ടി 336. ഇനി നമുക്കിവിടെ 389 ഉണ്ട്. ഇനി നമുക്ക് തൊട്ടടുത്ത നമ്പർ, അപ്പോൾ ഇത്തിരി കൂടി വലിയ സംഖ്യ കിട്ടുമെന്ന് നോക്കാം. ഇനി തൊട്ടടുത്ത് നോക്കാം. 85 × 5 നോക്കി. 5 5s are 25, ബാലൻസ് 2. 8 5s are 40, 40 + 2 42. അപ്പോൾ 425 കിട്ടി. ഇപ്പോൾ ഇതിനേക്കാളും വലിയ നമ്പർ ആയിപ്പോയി അല്ലേ. 381 നമുക്ക് പാടുള്ളൂ, 381 പാടുള്ളൂ, അതിനേക്കാളും വലിയ സംഖ്യ ആയിപ്പോയി. അപ്പോൾ നമുക്ക് 5 വെച്ച് പറ്റില്ല. നമുക്ക് എന്ത് വെച്ചേ പറ്റുള്ളൂ? 4. അപ്പോൾ ഇവിടെയും 4 എഴുതാം, ഇവിടെയും 4 എഴുതാം. എന്ത് കിട്ടും? 336. 9 നിന്ന് 6 മൈനസ് ചെയ്താൽ 3, 8 നിന്ന് 3 മൈനസ് ചെയ്താൽ 5. അപ്പോൾ റിമൈൻഡർ 53. 53 എന്താ റിമൈൻഡർ കിട്ടാൻ കാര്യം? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ലാത്തതുകൊണ്ട് അല്ലേ. ഇനി 53 നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതുന്നത്? ടു മേക്ക് പെർഫെക്റ്റ് സ്ക്വയർ subtract 1981 by 53. നമുക്കിനി എഴുതാം -53 = 1989 53 മൈനസ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം. 53 9 3 പോയാൽ 6, 8 - 5 3 9 1 1936. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ് അല്ലേ. നമുക്ക് 53 മൈനസ് ചെയ്തപ്പോൾ 1936 എന്നുള്ള പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടി. ഇനി അതിൻ്റെ റൂട്ട് കാണണം. റൂട്ട് ഓഫ് ഇനി 1936 അതിൻ്റെ റൂട്ട് കാണും. 36 ഒരു പെയർ, 19 ഒരു പെയർ. ഇനി 19 വരാൻ 4 4s are 16, 3, 36 എന്നുള്ള നമ്പർ എടുത്ത് ഈ പെയർ ഗ്രൂപ്പ് എടുത്ത് താഴോട്ട് ഇറക്കി. ഇനി ഇവിടെ 4 4s are 8. ഇവിടെ നമ്പർ എന്ത് വരും? കാരണം ഇവിടെ വന്നാൽ സെയിം തന്നെ 4 4s are 36 അല്ല 16, 16ൻ്റെ 6, ബാലൻസ് 1. 8 × 4 32, 32 + 1 36.
336 കിട്ടും കേട്ടോ. 336. ആൻസർ എന്തോന്നു? 44. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കിട്ടിയ 44 തന്നെയാണ് നമുക്കിവിടെ ആൻസർ കിട്ടിയത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1936ൻ്റെ ആൻസറാണ് 44. തേർഡ് ക്വസ്റ്റ്യൻ 3250. 50 ഒരു പേര്, 32 പേര്. ഇനി 32 സ്ക്വയർ വരുന്ന നമ്പറാണോ? അല്ല. പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണെന്ന് നോക്കാം. 5 5s are 25. 5 സ്ക്വയർ 25 ആണ്. 6 സ്ക്വയർ 36. നമുക്ക് 36 32-നേക്കാളും വലുതായതുകൊണ്ട് ഇത് 6 പറ്റില്ല, നമുക്ക് 5 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5 5s are 25. 32 നിന്ന് 25 മൈനസ് ചെയ്യും, അപ്പോൾ 7 കിട്ടും. ഇനി നെക്സ്റ്റ് ഈ 50 അല്ലേ, 50 എന്നുള്ള ഈ പേര് താഴേക്ക് ഇറക്കി എഴുതുക. 50, അപ്പോൾ 750 ആയി. അതുപോലെ ഈ 5ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 10 കിട്ടി. ഇവിടെ ഒരു ഡാഷ് ഇടുക. ഇനി എന്താ, നമുക്ക് 750 കിട്ടണം. 10ൻ്റെ ആ ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഇവിടെ ഏത് ഡിജിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 750 കിട്ടുമെന്ന് നോക്കാം. പക്ഷെ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് നമ്പറാണെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ പ്രോബ്ലത്തെ പോലെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരോ നമ്പേഴ്സ് ഇട്ട് നോക്കാം. ഏറ്റവും അടുത്ത് വരുന്ന ഏതാണെന്ന് നോക്കാം. അപ്പം 10. 5 ഇട്ട് കൊടുത്ത് നോക്കാം ആദ്യം. 5 5s are 25. ബാലൻസ് 2 2 1 5. 525 ആണ്. അപ്പോൾ ഇനിയും 750 എത്താൻ ഇനിയും ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഒരു 7 ഇട്ട് കൊടുത്ത് നോക്കാം. 7. ഇവിടെ 7 ഇടുമ്പോൾ ഇവിടെയും 7 അല്ലേ. 7 7s are 49. ബാലൻസ് 4 7 0 then 0 plus 4 7. അപ്പോൾ 749 തൊട്ടടുത്തൊരു നമ്പർ കിട്ടി. ഇനി 8 വരുമ്പോൾ എന്തായാലും ഇതിനേക്കാളും ബിഗ്ഗർ നമ്പർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 7 എടുക്കാം. ഇവിടെ 7, ഇവിടെയും 7. അപ്പോൾ എത്ര കിട്ടി? 749. 750 നിന്ന് 749 മൈനസ് ചെയ്താൽ 1, റിമൈൻഡർ 1. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഈ നമ്പർ 3250 നിന്ന് എന്ത് നമ്പർ മൈനസ് ചെയ്താൽ 1 മൈനസ് ചെയ്താൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അപ്പോൾ നിങ്ങൾ എഴുതാം, ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ സബ്സ്ട്രാക്ട് 3250 ബൈ എത്ര? 1 കേട്ടോ. നിങ്ങൾ ആ ലൈൻ എഴുതണം കേട്ടോ. ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ സബ്സ്ട്രാക്ട് 3250 ബൈ 1. എന്നിട്ട് ഇതുപോലെ 3250 മൈനസ് 1 എഴുതുക. മൈനസ് ചെയ്യുമ്പോൾ 3249 കിട്ടും അല്ലേ. അപ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടി നമുക്ക്. 3249 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. ഇനി അടുത്ത് എന്താ, അതിൻ്റെ റൂട്ട് കാണണം. റൂട്ട് ഓഫ് 3249. റൂട്ട് കാണാൻ 3249 പേര് 49 ആയി. ഇവിടെ 32 ആയി. നമുക്ക് 32 ഇവിടെ 5 അല്ലേ. 5 5s are 25. മൈനസ് ചെയ്താൽ 7. ഇനി 49 താഴേക്കൊക്കെ എഴുതണം. അതുപോലെ 5ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 10. ഇവിടുത്തെ ഡിജിറ്റ് ഏതാ? ഇവിടുത്തെ സെയിം തന്നെ 7. 749. ആൻസർ എന്ത് വന്നു? 57. ഓക്കെ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3249ൻ്റെ ആൻസറാണ് 57. സെയിം ആൻസർ അല്ലേ. ഇവിടെ 15, കാരണം ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ട് ഒരു റിമൈൻഡർ വന്നു. ഇതൊന്ന് മൈനസ് ചെയ്തിട്ട് നമ്മൾ എഴുതിയ നമ്പറാണ് ഇത്. അപ്പോൾ ഇതിന് റിമൈൻഡർ വരില്ല. അപ്പോൾ ആൻസർ സെയിം തന്നെ. സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ 5, ഇവിടെ 5. പിന്നെ നിങ്ങൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഇവിടെ 5 വരുമ്പോൾ ഇവിടെയും അത് വരും. ഇവിടെ ഏത് നമ്പർ വന്നത് അത് തന്നെ ഇവിടെയും വരും കേട്ടോ. നെക്സ്റ്റ് നമ്പർ 825. 25 ഒരു പേര്, ബാലൻസ് ഉള്ള 8 ഒരു ഗ്രൂപ്പ്. അപ്പോൾ 2 പേരാക്കി നമ്മൾ മാറ്റി. ഇനി ഫസ്റ്റ് നമ്പർ 8 ആണ്. 8 ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. സോ അതിന് തൊട്ടടുത്ത് വരുന്ന 3 സ്ക്വയർ വരുമ്പോൾ 9 വരും. അപ്പോൾ വലുതായി പോയി. നമുക്ക് ഇനി 2 സ്ക്വയർ എടുക്കാം. 2 2s are 4. 2 2.
4, 18 4 മൈനസ് ചെയ്താൽ 4, ബാലൻസ് ഉള്ള 25 ഇറക്കി എഴുതുക, 425. ഇനി ഇവിടെ എന്ത് ചെയ്യുക, 2 + 2 4 ഡാഷ് ഇടുക. ഇനി 425 കിട്ടാനായിട്ട് നോക്കണം. നമുക്കറിയാം പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്വയർ നമ്പർ നോക്കി ചെയ്തിട്ട് കാര്യമില്ല. എന്നാലും നമുക്ക് ഏകദേശം ഉദ്ദേശം വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കൊരു 5 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തോ. 45 × 5 5 5 25, ബാലൻസ് 2, 20 + 2 22. അപ്പോൾ ഇതെല്ലാം ഇവിടെ 225 ഉള്ളൂ, ഇവിടെ 425. ഇത്രയും കൂടി റയൽ നമ്പർ ഇട്ട് നമുക്ക് മൾട്ടിപ്ലൈ നോക്കാം. 48 8 ഇട്ട് നോക്കാം. 8 × 8 64, ബാലൻസ് 4, 32 + 6 38, 384. അപ്പോൾ നമുക്കിനി 9 കൂടി നോക്കാം. 9 കാരണം 384 425 വരെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. ഇനി അതിനേക്കാളും അടുത്ത നമ്പർ കിട്ടിയാലോ. 9 9s 81, ബാലൻസ് 8, 36 + 8. അപ്പോൾ അതും വലിയ നമ്പറായിപ്പോയി അല്ലേ. 441 കിട്ടി. അപ്പോൾ അതും 425 വലിയ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, 8. ഇവിടെ 8 ഇവിടെ 8 384 മൈനസ് 41. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ 41 ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് കുറയ്ക്കേണ്ട നമ്പർ എത്ര കിട്ടി, 41. ഓക്കെ. അപ്പോൾ 825 എന്നുള്ള നമ്പറിൽ നിന്ന് 41 മൈനസ് ചെയ്താൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. അപ്പോൾ നമുക്ക് എഴുതണം, ടു മേക്ക് ഇറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ സബ്സ്ട്രാക്ട് 825/41. അതിനുശേഷം അത് എഴുതിയതിന് ശേഷം 285 മൈനസ് 41 എന്ന് എഴുതാം. Four, 8, 7. ആൻസർ എത്ര കിട്ടി, 784. ഇനി അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. 784ൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. പെയറാക്കി നമ്മൾ അല്ലേ. ഇത് 84, ഇത് 7 പെയർ. ഇനി 7 വരാനായിട്ട് 2ൻ്റെ സ്ക്വയറിൽ പറ്റുള്ളൂ. 3 വരുമ്പോൾ 9 വരും. അതുകൊണ്ട് തന്നെ 2 2 4. 7 നിന്ന് 4 മൈനസ് ചെയ്താൽ 384. ഇനി 2 + 2 ഇവിടെ 4. ഈ ഡിജിറ്റ് എന്ത് എഴുതണം, ഇവിടെ നമുക്ക് 8 അല്ലേ. അപ്പോൾ നമുക്ക് 8 എഴുതാം. 8 × 8 64, ബാലൻസ് 6, 32 32 + 8 32 + 6 38. റിമൈൻഡർ 0. ഓക്കെ. അപ്പോൾ ആൻസർ എന്ത് കിട്ടി, 28. അല്ലേ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 784ൻ്റെ ആൻസർ നമുക്ക് 28 എന്ന് കിട്ടി. 5th ക്വസ്റ്റ്യൻ 4000. 2 പേരാക്കി 0 0 40. 40 എന്നുള്ളതൊരു സ്ക്വയർ നമ്പറല്ല. തൊട്ടടുത്ത നമ്പർ നോക്കാം. 6 × 6 6 സ്ക്വയർ 36 ആണ്. 7 വരുമ്പോൾ 49 ആയി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 6 എടുക്കാം. 6 6 36 മൈനസ് ചെയ്യുമ്പോൾ 4 0 0. സെക്കൻഡ് പെയർ താഴേക്കിറക്കി എഴുതി. 6 + 6 12 ഡാഷ്. ഇനി 400 കിട്ടണം അല്ലേ. 12 ഇൻറ്റും എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ 400 നോക്കാം. നമുക്ക് ആദ്യം ഒരു 3 ഇട്ട് നോക്കാം. സോറി, എന്തായാലും മിസ്റ്റേക്ക് പറ്റരുത്. 12 3 ഇവിടെ 3 ഇടണം അല്ലേ. ഇൻറ്റു 3 3 3s are 9 6 3.
369 കിട്ടി. ഇനി 1 2 പിന്നെ 12 ഞാൻ നേരത്തെ അറിയാതെ ചെയ്തു പോയി, അതുപോലെ ചെയ്ത് ചെയ്തത് ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ട്, അവിടെയാണ് ആ ഡിജിറ്റ് ഇടുന്നത്. ആ ഡിജിറ്റ് തന്നെ സെയിം ഇവിടെയും എഴുതണം കേട്ടോ. 4 4s are 16 1 8 + 1 9 4. ഇത് വരുമ്പോൾ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 496 ആണ് കിട്ടുന്നത്. അപ്പോൾ ചെറിയ നമ്പറായ 369 നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 3 വെച്ച് ചെയ്യാം. 369 0 1 3. റിമൈൻഡർ 31. അപ്പോൾ ഏറ്റവും സബ്സ്ട്രാക്ട് ചെയ്യേണ്ട ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 31 അല്ലേ. ടു മേക്ക് എ പെർഫെക്റ്റ് സ്ക്വയർ സബ്സ്ട്രാക്ട് എന്ത് 31. ഇനി 4000 മൈനസ് 31 എഴുതാം. ഇനി 4000 നിന്ന് നമുക്ക് 31 മൈനസ് ചെയ്യാം. 4000 മൈനസ് 31 10 minus 1 9 6 9 3 3969 എന്നുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടി. അപ്പോൾ നമ്മൾ കുറച്ച് ഏറ്റവും ചെറിയ നമ്പർ 31 കിട്ടിയ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ 3969. ഇനി റൂട്ട് ഓഫ് 3969 ചെയ്യാം. ഒരേ പേരുകളാക്കണം അല്ലേ. 39 69 രണ്ട് പേർ ഗ്രൂപ്പാക്കി നമുക്ക് ചെയ്യാം. 6 6 ആർ 36. 9 6 കുറച്ചാൽ 3, പിന്നെ 69 ഇറക്കി എഴുതുക. ദെൻ 6 + 6 12. ഇവിടെ എന്തോരും 3 369 0. ആൻസർ ഈസ് 63. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ അത് കിട്ടിയത് എങ്ങനെയാന്ന്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ കിട്ടുന്ന ആൻസർ തന്നെയായിരിക്കും പെർഫെക്റ്റ് സ്ക്വയർ നമ്പറായിട്ട് നമുക്ക് കിട്ടുന്നത്. ഏറ്റവും ചെറിയ നമ്പർ മൈനസ് ചെയ്ത് 31, കിട്ടിയ പുതിയ നമ്പർ 3969, അതിൻ്റെ സ്ക്വയർ റൂട്ട് നമ്പർ 63. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. Okay, thank you.